വന്നിട്ടുണ്ട്. ഞാനായിട്ട് ഇനി പറഞ്ഞു നാണം കെടുത്തി എന്നോ ഒന്നും പറയാൻ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഒന്നുമേ പറയുന്നില്ലേ. എന്തുവാ അയ്യോ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ടി വി കാണും. കുളിക്കുന്ന കാര്യം മാത്രം 4-5 വട്ടം കുളിച്ചോണ്ടിരുന്ന കാര്യം ഇച്ചിരി പ്രയാസമാണ്. 2 പ്രാവശ്യം കുളിക്കും. ഷൈനി ആൻറ്റി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നു വിട്ടതാ. ഇവിടെ വന്നില്ലേ നമുക്ക് വീട് മാറ്റത്തിൻ്റെ അന്ന് ആൻറ്റി മക്കളും ഒക്കെ കൂടെ വന്നില്ലേ, ഒരു ആൻറ്റി വാട്ടർ ഹീറ്ററൊക്കെ കൊണ്ടുവന്ന് ആൻറ്റിയുടെ കൊടുത്തു വിട്ട് മോനുകുട്ടന് ഫ്രൂട്ട്സ് അതാ കൊണ്ടുവന്ന്. എന്തോ വേണം, ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയെന്നല്ലേ വണ്ണം വെക്കുമെന്ന്. വെയിറ്റ് കൂടിയാൽ പിന്നെ ഒട്ടും നടക്കാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടി കഴിച്ചോ? ഞാൻ പറഞ്ഞ ചൂടാക്കി ഇവിടെ വെച്ച് ഇന്നലെ വാങ്ങിച്ചു കഴിച്ചില്ലേ? എല്ലാം അതിനെ തിരിക്കൊണ്ടെടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഈ സൈഡിൽ വലിയ ഒരു 8 അടി പൊക്കത്തി മതി കേട്ടോ. അല്ലെങ്കിൽ ഡൈനിങ് ടേബിള് ഞാനിപ്പോ പറഞ്ഞു നീ കയറ്റി വെച്ചേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ? ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നതിൻ്റെ അന്ന് ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എത്ര മാസമായിരുന്നു ഇതുവരെ അത് ഇടാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ കഴുത്ത് എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഒന്ന് പിടിച്ചു വെച്ച് തയ്ക്കണമായിരുന്നു. അങ്ങനെ തയ്ച്ചു ഇട്ടു. പക്ഷെ ഇച്ചിരി വണ്ണം കൂടുതലുണ്ടല്ലേ, ഇച്ചിരി വണ്ണം കൂടുതലുണ്ട് കൈക്ക്. ഇനി കഴുകിയിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. അമ്മ എന്നോട് പറഞ്ഞു കറക്റ്റാണ്, വണ്ണമൊന്നും കുറയ്ക്കണ്ട, ചിലപ്പോൾ കഴുകുമ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങുമല്ലോ. ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഈ ചുരിദാറിന് എന്തോ പേരുണ്ട് കേട്ടോ ഈ ഡിസൈന്. അപ്പോൾ കൊച്ചോട് വന്നിട്ടുണ്ട്. കൊച്ചോട് ഇന്നലെ എറണാകുളത്തു നിന്ന് വന്നു, ഇന്ന് ഇങ്ങോട്ട് വന്നു. നാളെ അങ്ങ് പോകും. നാളെ അവർക്ക് തിരിച്ചു പോകണം. പിന്നെ അത്താഴത്തിന് ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. ചിക്കൻ ഇരിപ്പുണ്ട്, നമുക്കിന്ന് കറി വയ്ക്കാം. ഞാൻ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് നാളത്തേക്ക്. പരവയില്ലേ, പരവയും സിലോപ്പിയായും അത് രണ്ടും മേടിച്ചിട്ടുണ്ട്. നാളെ എടുക്കാം. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം. ചിക്കൻ കറി വെക്കണം. അതൊക്കെ ഇനി ജോലിയുണ്ട്. പിന്നെ വേറെ കൂട്ടാനൊക്കെ ഇരിപ്പുണ്ടെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ അസ്ത്രവും മെഴുക്കുവരട്ടിയൊക്കെ ഇരിപ്പും. ഇന്നലെ ശരിക്കും പറഞ്ഞ കൊതി തീരെ അത് കഴിച്ചിട്ടില്ലായിരുന്നു. അത്രയും എൻ്റെ ഫേവറേറ്റ് ആണ് അസ്ത്രം കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണമായിരുന്നു. തൈരും പാലും
മീൻ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ നമ്മൾ വീട് മാറിയതിൻ്റെ അന്ന് ഷൈനിക്കുട്ടിയുടെ അനിയത്തിയൊക്കെയാണ് വന്നത്, നമുക്ക് വാട്ടർ ഹീറ്ററൊക്കെ ഗിഫ്റ്റ് കൊണ്ട് തന്നത്. അപ്പം ഷൈനിക്കുട്ടിയുടെ വക മോനുകുട്ടന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്, അവിടെ കൊണ്ട് എത്തിച്ചു. അപ്പം എല്ലാവരോടും സ്നേഹം, ഞങ്ങളെ കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം സ്നേഹം 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 സ്നേഹം. അപ്പം ഞാനിതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി കുടിച്ച് ജപിച്ച് വന്ന് ചിക്കൻ കറി വയ്ക്കാം. കൊച്ചോടോട് ഞാൻ വന്ന് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞു വെക്കണം, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്ന് കറി വെച്ചാൽ മതി. ചുമ്മാ സവാള അരിഞ്ഞു കേട്ടോ, ചിക്കൻ അരിഞ്ഞു സവാള അരിഞ്ഞു. അന്നേരം ബസ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ചിറ്റോട് ഞാൻ പറഞ്ഞായിരുന്നു, എടി ഇങ്ങോട്ട് എടുക്കാൻ 4 മണി വരെ ഉള്ളായിരുന്നു. അടക്കിയോ? കണ്ടോ? ഇല്ലേ? ഇത് പള്ളിയിൽ കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതേ ഉള്ളല്ലോ, അവിടെ നിന്ന് തീരുവാ. എനിക്ക് അങ്ങനെ വേണ്ടേ? പക്ഷെ അന്നേരം അവര് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതെ, അങ്ങ് പൂച്ച. അമേരിക്കയിലോ? അവിടെ യുദ്ധത്തിന്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും വരെ. ആ ആ ആ കുളിച്ച് ജപിച്ച് വന്നതാണ് പ്രിയങ്ങളെ. ഇന്ന് നമുക്കൊരുപാട് വർഷത്തെ പരിചയമുള്ള ഒരാള് മരിച്ചായിരുന്നു. ആളുടെ അടക്കമായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങള് പറഞ്ഞ ഒരു വലിയ കഥയാണ്, എന്നാലും ആ മനുഷ്യനെ പറ്റി പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയാം. അവരത് സംസ്കാര ചടങ്ങ് യൂട്യൂബിലുണ്ടായിരുന്നു, അത് കാണും അമ്മയും കൊച്ചോടും കൂടി. ഞങ്ങള് പത്തനംതിട്ടയിൽ വരുമ്പോൾ എനിക്ക് തോന്നി ആങ്ങളയ്ക്ക് 2.5 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് പപ്പയും അമ്മയും ആങ്ങളെയും കൊണ്ട് പത്തനംതിട്ടയിൽ പപ്പയുടെ വീട്ടിൽ താമസമാക്കാൻ വരുന്നത്. അതുവരെ അമ്മയുടെ വീടിന് ഹരിപ്പാടാണ്, അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ അവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ല, നങ്ങിയാർകുളങ്ങര ബദനി ബാലികാ മഠത്തിൽ എന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ അവിടെ നിർത്തി, അമ്മയുടെ വീട്ടിൽ നിർത്തിയിട്ട് അമ്മയും പപ്പയും ആങ്ങളെയും കൊണ്ട് പത്തനംതിട്ടയിലോട്ട് വന്നു. അവിടെ പപ്പയുടെ അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അങ്ങനെ അവരിവിടെ വന്ന് താമസമാക്കിയത്. അങ്ങനെ ഞങ്ങളിവിടെ താമസമാക്കിയ സമയത്ത് ഈ ഹരിമാമനും ഞങ്ങളുടെ 2 മാമന്മാർ, അതായത് കൊച്ചോൻ്റെ അച്ഛനും കൂപ്പൂൻ്റെ അച്ഛനും, അവർ രണ്ടുപേരും അവരുടെ കൂടെ പത്തനംതിട്ടയ്ക്ക് വന്നതാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അതുല്യ ജോസ് എന്ന് പറയും. അദ്ദേഹത്തിന് അന്ന് തടിമില്ലും അങ്ങനെ ഫർണിച്ചർ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ചുള്ളിക്കോട്ടാണ് പപ്പയുടെ വീട്. അവിടെ തടിയൊക്കെ വിൽക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങുന്ന കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അവിടെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ വന്ന് മാമന്മാരെ കണ്ടു. അപ്പോൾ അവിടെ തടിമില്ലിൽ അവരെ ജോലിക്ക് കൊണ്ടുപോയി. പിന്നെ കുറേ വർഷങ്ങൾ ഇടവും വലതും ഇവർ രണ്ടുപേരുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആ ഫീൽഡൊക്കെ വിട്ട് ഇവർ വണ്ടി ഓടിക്കാനും ഒക്കെ അങ്ങോട്ട് മാറി. ഒത്തിരി വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അദ്ദേഹമാണ് മരിച്ചിട്ട് മോർച്ചറി വെച്ചിരിക്കുകയായിരുന്നു.
ഇന്നായിരുന്നു അടക്കം. അപ്പോൾ സൗമ്യാമി മാമനും അവരെല്ലാവരും പോയേക്കുമായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര വിഷമമാണ്. കാരണം ഒത്തിരിയും ഒരു കുടുംബം പോലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിന്ന ആളാണ്. അറ്റാക്കായിരുന്നു. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും മാമന്മാരുമായിട്ടൊക്കെ എന്നും പ്രത്യേകിച്ച് വിജയമാമനുമായിട്ടൊക്കെ എപ്പോഴും കാണുകയും എടുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കമായിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പം ഹരിമാമന് ഭയങ്കര വിഷമമായിരുന്നു. മാമനെല്ലാത്തിനും ചെറിയ കാര്യം പോലും BP ഉണ്ടാക്കും. BP ഒക്കെ ആയിരുന്നു. മാമൻ പോയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല. മാമനും മാമിയും പോയേക്കുമായിരുന്നു. സൗമ്യാമി മാമനും. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. കുറച്ച് ജോലികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതും സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കുമായിരുന്നു. എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളുടെയൊക്കെ ആൽബത്തിൽ ഈ പറയുന്ന ഈ അതുല്യ ജോസച്ചാൻ്റെയും ഫാമിലിയുടെയും ഫോട്ടോ അന്നത്തെ കാലത്ത് ഇവർ കൊണ്ടുവന്ന് ആ ഒരു ആൽബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടുകാരുടെ ഫോട്ടോസൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഈ ഫോട്ടോയും നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ നമ്മൾ കണ്ട് വളർന്നു വന്നതാണ്. പിന്നെ ഞാനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ മാറി വേറെ സ്ഥലത്തോട്ടൊക്കെ പോയതിനു ശേഷം അദ്ദേഹവുമായിട്ടൊന്നും അങ്ങനെയുള്ള അടുപ്പമൊന്നും ഇല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഇവർ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ പറയാനെടുക്കുകയൊക്കെ ചെയ്തുള്ള ഒരു അറിവുണ്ടായിരുന്നു. ഇന്നലെ ബിരിയാണി ബിരിയാണി ആണല്ലേ കഴിക്കുള്ളൂ. കഴിക്കാമേ എനിക്ക് വേണമെന്നില്ല. നിങ്ങൾ കഴിക്കുന്നത് ഇച്ചിരി ചിക്കൻ ബീഫ് മേടിച്ചു. ബീഫ് വരട്ടിയതും കടലക്കറി ചിക്കൻ കറി വെച്ചില്ലെന്ന് പറഞ്ഞ കൊല്ലാതെ ഞാൻ റോസ്റ്റ് ചെയ്ത് പ്രിയകളെ. കാരണം കുറെ കൂട്ടാനൊക്കെ ഇപ്പോൾ മോരും അസ്ത്രവും അങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉള്ളത് കൊണ്ട് എന്താ വേണം വാക്ക് എന്നോട് മിണ്ടാവുക. ഫോണിന്റെ ഡിസ്പ്ലേ പോയി കിടക്കിയിരുന്നു. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ മോനിക്കുട്ടിന്റെ പ്ലാസ്റ്റർ ഒക്കെ വാങ്ങി ഒക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പനിച്ചും കിടന്നു കുറച്ച് ഒരാഴ്ചയായിട്ട്. തലവേദനയും പൊക്കാനും ഒന്നുമില്ല, ഭയങ്കര വലിയായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരുപാട് പ്രിയപ്പെട്ട സുബിതക്കുട്ടിയാണ് ഫോൺ വിളിച്ചത് മോനിക്കുട്ടിനെ കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പാവേ. ചോറും ചിക്കനും അസ്ത്രവും മെഴുക്ക് വരട്ടി അവരെല്ലാം വിളമ്പി കഴിക്കുന്നു.
ഞാനും കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം ഒരുപാട് സ്നേഹം, സന്തോഷം. നാളെ കാണാം കേട്ടോ. നീ എന്തോടി പൂച്ചയാണ്? ചിക്കൻ എരിക്കുന്നെന്ന് പറഞ്ഞു ഒരുത്തി നാക്കെടുത്ത് വെള്ളത്തിലിട്ട്. അത്ര എരിയൊന്നുമില്ല വെച്ച്. ആ, ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ഞാൻ ചോറിനാനിരിക്കാൻ പോവാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.